ഇന്റീരിയറിനകത്ത് ഫർണിച്ചറിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫർണിച്ചർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫർണിഷിങ്സ്, ഡെക്കോർ ഐറ്റംസ്. എത്ര നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിലും, എത്ര ലക്ഷറിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള വീടാണെങ്കിൽ പോലും ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫർണിഷിങ് ആയിട്ടുള്ള നമ്മുടെ കർട്ടൻസ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ്, കാർപ്പറ്റ്സ്, ചെറിയ കുഷ്യൻ അല്ലെങ്കിൽ റണ്ണർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ കണക്റ്റഡ് ആയിട്ട് കിടക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യൂരിയോസ്, ചെറിയ ഡെക്കറേറ്റീവ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്, വോളിലുള്ള വോൾ ആർട്സ്, വോൾ ഫ്രെയിംസ്, അല്ലെങ്കിൽ വോളിൽ എന്തെങ്കിലുമുള്ള ഇൻസ്റ്റലേഷൻസ്, വോളിൽ പെയിൻറ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, വീടൊക്കെ ഭംഗിയായിട്ട് ഇത് ചെയ്തതിന് ശേഷം ഹൗസ് വാമിൻ്റെ തലേ ദിവസം ധൃതി പിടിച്ചിട്ട് ഈ പറഞ്ഞ വോളിലേക്കുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസും അല്ലെങ്കിൽ വോൾ ഫ്രെയിംസും ബെഡ്ഷീറ്റ്സും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇറങ്ങും. നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട, ആ വീടിന് വേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കിട്ടണമെന്നില്ല. പല ഷോപ്പുകളും നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് പോയി കഴിഞ്ഞാൽ ആ ഹറിബറിയിൽ നമ്മൾ കിട്ടിയത് വെച്ച് ചെയ്യും. അപ്പോൾ ആ വീടിൻ്റെ എൻ്റെ ബ്യൂട്ടി അത് സ്പോയിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ട് എപ്പോഴും ചെയ്യുക. പിന്നെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉള്ള ആളുകൾ ഓൺലൈൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അത് നേരത്തെ മേടിക്കുക. കാരണം ഓൺലൈൻ കാണുന്ന എല്ലാ സാധനങ്ങളും കാണുന്ന പോലെ ആയിരിക്കില്ല കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഡെക്കോർ ഐറ്റംസിൻ്റെയൊക്കെ ഫിനിഷസും കളേഴ്സും. അപ്പോൾ അതെപ്പോഴും നേരത്തെ മേടിച്ച് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ളൊരു ടൈം കൂടി നിങ്ങൾക്ക് കിട്ടും.